മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൽ വേല ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രാരംഭമായിട്ട് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു. തെസ്സലോനിക്കർക്ക് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിനകത്തുനിന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ വേലയും, സ്നേഹപ്രയത്നവും, പ്രത്യാശയുടെ സ്ഥിരതയും. ഇത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല. അതിന് മുഖവരിയായിട്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അവിടെ വന്ന് 3 ശബത്തുകളിൽ അവിടെ പ്രസംഗിച്ചു, സിനഗോഗിൽ പ്രസംഗിച്ചു. അത് വകയായിട്ട് അവിടെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഗ്രീക്കിലുള്ളവർ, അതുപോലെ സ്ത്രീകളെ, യഹൂദന്മാർ കുറേ പേര് വിശ്വസിച്ചതിൽ പ്രധാനമായിട്ടുള്ളവർ യാസോൻ, ഗായോസ്, അരിസ്റ്റർഹോസ്, സെക്കുന്തോസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ്. ദൈവത്തിൻ്റെ വചനം അവിടെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഐഡൽ വർഷിപ്പ്, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി. നമുക്കറിയാം, ഗ്രീക്കിൻ്റെ സംസ്കാരത്തിൽ കൂടുതൽ ഒരുപാട് വിഗ്രഹങ്ങളുള്ള സ്ഥലമാണ്. ടെമ്പിളിലൊക്കെ ഒരുപാട് ദേവന്മാരും ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നവരാണ്. ഈ ടെമ്പിളിൽ അവരുടെ ഐഡൽസിനെ എല്ലാം അവർ വിട്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്ന് കാണുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ വേല, വർക്ക് ഓഫ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് വർക്ക് വിത്ത് ദ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്. അവരുടെ ആറ്റിറ്റ്യൂഡ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് എൻ്റയർലി വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു മേഖലയിലുള്ളൊരു പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് വന്ന് എങ്ങനെയാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സുവിശേഷം വചനം മാത്രമായല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ആണ് നിങ്ങൾ വന്നത്. 3 കാര്യങ്ങളാണ്: പവർ, ആൻഡ് ഇൻ ഹോളി സ്പിരിറ്റ്, ആൻഡ് ഇൻ കൺവിക്ഷൻ, അഷ്വറൻസ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് വരുന്നത് കൺവിക്ഷനോടുകൂടി. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് തരുന്ന. പരിശുദ്ധാത്മാവ് വന്ന് ഉറപ്പ് തന്ന് നിങ്ങളെ ശക്തിയിൽ നിറച്ച്, അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല മുമ്പോട്ട് പോകുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും, ഏതൊക്കെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല. ഇവിടെ ദ വർക്ക് ഇനിഷ്യേറ്റഡ് ബൈ ദം, അതെങ്ങനെയാണെന്ന് മനസ്സിലായാൽ അതിന് താഴത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, അഖായിലേക്ക് പോയി, നിങ്ങളുടെ അടുത്ത സ്ഥലങ്ങളിലേക്കെല്ലാം നിങ്ങളുടെ വിശ്വാസം പോയി നിങ്ങൾ കർത്താവിന് അനുകാരികളായി തീർന്നു എന്ന് മക്കെദോന്യയിലും അഖായയിലും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. ഈ ചർച്ചിലെ, ഈ തെസ്സലോനിക്ക സഭയിലെ നമുക്കറിയാം, യഹൂദന്മാരുണ്ട്, യവനന്മാർ, ഗ്രീക്കുണ്ട്, ജെൻറ്റൈൽസ്, അവരെ ജെൻറ്റൈൽസ് എന്നും പറയാം. അങ്ങനെ ജാതികളായിട്ടുള്ള ആളുകൾ അവരുണ്ട്. അതിനാൽ അവരുടെ വിശ്വാസത്തിൽ അവർ തണുത്തു പോകാതെ ആ വിശ്വാസം ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നതിനാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, മക്കെദോന്യയിലും അഖായയിലും ലോകത്തിൻ്റെ എല്ലായിടവും നിങ്ങൾക്കുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറവാനായിട്ട് വേറെ ആവശ്യമില്ല. ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി ദൈവവചനം വന്നാൽ അവിടെ നിന്ന് ഏതൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകത്തില്ല. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് കർത്താവിൽ എങ്ങനെയാണ് ജനിക്കേണ്ടതെന്ന്. സുവിശേഷം ആദിമസഭയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു പത്രോസ് പ്രസംഗിച്ചത്. പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രസംഗിച്ചപ്പോൾ അനേകം ആളുകൾ വിശ്വസിക്കുകയും വിശ്വസിച്ചൊരു സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. അതുകൊണ്ട് ദാറ്റ് ഈസ് എ ഡിനാമിസ് പവർ, വലിയൊരു ശക്തിയുള്ള ആണ് സുവിശേഷം. ഈ സുവിശേഷമാണ് നിങ്ങളിലിരിക്കുന്നത്. ഈ സുവിശേഷം എന്നൊക്കെ പറയാൻ ചില ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. സുവിശേഷം, നല്ല വിശേഷം, ഗോസ്പെൽ എന്ന് പറയുന്നത് ഗോഡ്സ്പെൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന വലിയ സ്നേഹം പ്രദർശിപ്പിക്കുന്ന സുവിശേഷം.
ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. യേശുവാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെയും എൻ്റെയും രക്ഷകനാണ്. അവൻ ഈ ലോകത്തിൽ വന്നു, ജനിച്ച്, മരിച്ച്, അടക്കപ്പെട്ടു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും വീണ്ടും ജനനവും ദൈവം കൊടുത്തു. ഇതാണ് സുവിശേഷം. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരെ ദൈവത്തിനോടൊപ്പം നിത്യതയിൽ എന്നേക്കും ദൈവത്തോടൊപ്പം ഉണ്ടാവണം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പിശാച് കെട്ടപ്പെട്ടിരിക്കുന്ന ജീവങ്ങളെ അഴിക്കുവാനായിട്ടാണ്. ഇത് തന്നെ പറയുന്നത്, ഇതിനപ്പുറമായിട്ട് വേറൊന്നും പറയാനില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ വേല. ഇത് അപ്പോസ്തലന്മാർ ആരംഭിച്ചു. അതിപ്പോൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കും. ഓക്കെ, അതാണ് വിശ്വാസത്തിൻ്റെ വേല എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ 2 കാര്യങ്ങളുണ്ട്. സ്നേഹപ്രയത്നം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ. എഫേസ്യർ 2:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. എന്തിനാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്? നമ്മളെ ദൈവം വീണ്ടെടുത്തത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. എന്താണ് ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത്? സൽപ്രവൃത്തി എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി. ഏറ്റവും നല്ല പ്രവൃത്തി എന്തുവാ? നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഏതാണ് ഏറ്റവും നല്ല പ്രവൃത്തി? ഒരാളിനെ ധാരാളമായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുക എന്നിരിക്കട്ടെ. അവൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം പണം കൊടുത്തുകൊണ്ടേയിരിക്കുക. പണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സൽപ്രവൃത്തിയാവും. സൽപ്രവൃത്തിയാണ്. എന്നാൽ അതുകൊണ്ട് അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. വീണ്ടും വീണ്ടും ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് സഹായം ചെയ്യുന്നത് നല്ലതാണ്. ആവശ്യത്തിലിരിക്കുന്നവർക്കെല്ലാം സഹായം ചെയ്യുന്നത് നല്ല ഒരു സൽപ്രവൃത്തിയാണത്. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു സൽപ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന കൃപയാലുള്ള രക്ഷ നിന്റെ സഹോദരന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ നീ സ്നേഹിക്കുകയും കരുതുകയും നിൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹം നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴേ നിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായി, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ടായി, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ടായി. ഇതേ രീതിയിൽ നിൻ്റെ സഹോദരനും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരികയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. പണം കൊടുത്ത് സഹായിച്ചാൽ അതാവില്ല. നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. അത് നമുക്കൊരിക്കലും ഒരാളിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണയുള്ള പ്രവൃത്തികൾ കൊണ്ട് പറ്റുകയില്ല. അതിനാണ് വിശ്വാസം അതിനെ അതിജീവിക്കുന്നത്. അതുകൊണ്ട് കൃപയാലുള്ള രക്ഷ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ സഹോദരനും അതുണ്ടെങ്കിൽ അവനും ദൈവരാജ്യത്തിൽ കാണപ്പെടും. അതാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത്. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവിടെ മേൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ പ്രകാശം അവിടെ മേൽ പ്രകാശിക്കട്ടെ. ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത സമയത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതിനാൽ അവരിൽ കൂടി ദൈവത്തിൻ്റെ പ്രകാശം ജാതികളിലേക്കും മറ്റുള്ളവരിലേക്കും പോകണം എന്ന് യഹോവയായ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? അവരത് ചെയ്തില്ല. അവരതിന് പകരം മിസ്രൈമിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് പഴയ കാര്യങ്ങൾ ഓർത്ത് പുഞ്ചി. അവിടെ കഠിന വേലയായിരുന്നു. അവർക്ക് ഒരു സ്വസ്ഥതയുമില്ലായിരുന്നു. അവർ ഫറവോൻ ഓരോ വേല കൂട്ടി കൊടുത്ത് കഠിനമായ വേല ചെയ്യിപ്പിച്ചിരുന്നു. അവസാനം അവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്നാലും ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ വന്ന് ഭക്ഷണം കുറഞ്ഞുപോയി എന്തെങ്കിലും ചെയ്തപ്പോൾ അവർ പിറുപിറുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ കുറേ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നല്ലതെന്ന് പറയുന്നു ഇസ്രായേൽ മക്കൾ. എന്താണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച? അവർ ഫെയിലായി. ഇതേ കാര്യമാണ് നമ്മളെക്കുറിച്ചും. ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഫെയിലായി പോകുന്ന അനുഭവങ്ങളാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന മഹത്വം മറ്റുള്ള നമ്മുടെ സഹപാഠികൾക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ
ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ അയൽക്കാർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കൃപയാലുള്ള രക്ഷ നിൻ്റെ സഹോദരനും വേണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ സൽപ്രവൃത്തി. സോ ആദ്യം സ്വർഗസ്ഥ പിതാവിനെ തിരിച്ചറിയണം. ഇത് യേശുവാണ് അത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ വെളിച്ചം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പകരുന്നതാണ് സൽപ്രവൃത്തി. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് വേണ്ടി പകരുന്നതാണ്, അതാണ് സൽപ്രവൃത്തി. അതിനകത്ത് ബാക്കിയുള്ളത് പിന്നെ ബാക്കിയുണ്ടാവും. നിങ്ങളുടെ സഹോദരൻ ഉണ്ണാതിരിക്കുമ്പോൾ, നിൻ്റെ സഹോദരൻ ഉടുക്കാതിരിക്കുമ്പോൾ, നിൻ്റെ സഹോദരനെ ആവശ്യങ്ങൾ വരുമ്പോഴേ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ, നിൻ്റെ സഹോദരനെ നീ സ്നേഹിക്കും. ആ ദൈവത്തിൻ്റെ വേറൊരു കൽപ്പനയാണ്. അപ്പോൾ അവൻ നിത്യജീവൻ പ്രാപിച്ചവനാണെങ്കിൽ കുറച്ചുകൂടി നീ സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അവനോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവനെ കൃപയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സ്നേഹപ്രയത്നം എന്ന് പറയുന്നത്, ദ ലേബർ ഓഫ് ലവ്. യോഹന്നാൻ 3:14 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. For God so loved the world that he sent his only begotten son. അതായത് ദൈവം തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഉള്ള അഗപ്പെ ലവ്, ദാറ്റ് ഈസ് സെൽഫ് ഗിവിങ് ലവ്. നമ്മളൊരാളിനെ സ്നേഹിക്കുന്നത് എന്തിനാ? അയാൾ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ടൊരു കൊടുക്കാൻ വേണ്ടി ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുമോ? അതാണ് സെൽഫ് ഗിവിങ് ലവ്. നമുക്ക് പറയാൻ എളുപ്പമാണ്, പാസ്റ്ററിന് അല്ലെങ്കിൽ ബ്രദറിന് ഇതൊക്കെ പറയാം, ഒരാളിനെ കൊടുക്കാൻ വേണ്ടി അയാളെ സ്നേഹിക്കുക എന്നൊക്കെ പറയാം. പക്ഷേ പ്രായോഗികമാണോ? പ്രായോഗികമാണ്. ആദ്യം കർത്താവിനെ കൊടുക്കുക. കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് ബാക്കിയുള്ളതെല്ലാം കൊടുക്കാൻ പറ്റും. ഇത് ആദ്യം പഠിപ്പിച്ച സമയങ്ങളിൽ തെറ്റായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. ഇവിടെ 1940-കൾ 50-കളൊക്കെയുള്ള പീരീഡിൽ അത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തോ സാപ്പ് സോപ്പ് ഇവാഞ്ചലിസം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അന്ന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ ആയിരുന്നു ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും അതിനോടൊപ്പം സുവിശേഷം പറയുകയും ചെയ്തിരുന്നു. ആരാണ്? ഇവിടെ വന്ന ബ്രിട്ടീഷുകാരും ആ സമയത്ത് ഇവിടെ വന്ന ദൈവവിശ്വാസികളായിട്ടുള്ളവരും. അതുകൊണ്ട് പൈസ കൊടുത്ത് സുവിശേഷം അറിയിച്ചു എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതികളുണ്ട്. ഇന്നും അത് പലയിടത്തും പ്രചരിക്കുന്നുണ്ട്, പലയിടത്തും ഉണ്ട്. അത് ശരിക്കും അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. പൈസ കൊടുത്ത് ആരെയും കൺവേർട്ട് ചെയ്യാനും ഒന്നുമല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത്. യേശുക്രിസ്തു അതൊന്നുമല്ല പറഞ്ഞത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ മാർഗമാണ് പറഞ്ഞത്, ദൈവത്തിലെത്താനുള്ള മാർഗം. യേശു സഭ സ്ഥാപിക്കാൻ വന്ന, ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളല്ല. യേശു ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം കാണിക്കാനായിട്ടാണ് വന്നത്. ദാറ്റ് ഈസ് എ സെൽഫ് ഗിവിങ് ലവ്. അവിടാണ് നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നത്. ഷെയറിങ് യുവർ റിസോഴ്സസ്. നിൻ്റെ റിസോഴ്സസ്, നിനക്ക് അവൈലബിളായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളത്. എവരി ആക്ഷൻ ഷാൽ ബി ഗവേൺഡ് ബൈ ക്രൈസ്റ്റ് ലവ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടത്. അതാണ് സ്നേഹപ്രയത്നം എന്ന് പറയുന്നത്. 3 കാര്യങ്ങളാണല്ലോ അവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വേല, രണ്ടാമത് പറയുന്നത് സ്നേഹപ്രയത്നം, ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ്. ഇത് 3 ഉണ്ട്. അതിൽ സ്നേഹം എറ്റേണലാണ് എന്ന് നമുക്കറിയാം. 1 കൊരിന്ത്യർ 13 അവസാനത്തെ വാക്യമാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കും, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോഴേ ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ സ്നേഹം ഇവിടെ മാത്രമല്ല, സ്വർഗത്തിലും സ്നേഹമുണ്ട്. വിശ്വാസം, പ്രത്യാശയൊക്കെ കർത്താവിനെ കാണുമ്പോൾ അത് അവസാനിക്കും. എന്നാൽ സ്നേഹം ഇറ്റ് ഈസ് എറ്റേണൽ, അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗീയമായിട്ടുള്ള സ്നേഹം നിലനിൽക്കാനായിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ സ്നേഹിച്ച് പഠിക്കണം. 3ാമത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യാശയുടെ സ്ഥിരത. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ഇവിടെ 6ാം വാക്യത്തിലായിരുന്നു പറയും, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. ദുഷ്പ്രവർത്തിക്കാരുടെ ആക്രമണം, അതുപോലെ തന്നെ ആദ്യമകാലത്തെ റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെല്ലാം പീഡിപ്പിച്ചിരുന്നു. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 315 BC മാക്സിഡോണിയൻ കിങ് ആയിട്ടുള്ള കസാൻഡറാണ്
തെസ്സലോനിക്ക സിറ്റി റീബിൽറ്റ് ചെയ്ത് അതിന് തെസ്സലോനിക്ക എന്ന് പേരിട്ടത്. റോമർക്കാർ അതിനൊരു ഫ്രീ സിറ്റിയായിട്ട് അതിന് പേര് കൊടുത്തു. അന്നേരം BC 42 അത് റോമൻ പ്രോവിൻസായി തീർന്നതായിട്ട് കാണാം. പൗലോസിൻ്റെ കാലത്ത് ഏകദേശം 20 ലക്ഷം പോപ്പുലേഷനായിരുന്നു ഉള്ളത്. ഒരു ബിസിനസ് സിറ്റി ആയിരുന്നു ഉള്ളത്. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിരുന്നു. കാരണം അവിടെ പ്രത്യേകം ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടായിരുന്നു. ഈ ഹോട്ട് സ്പ്രിങ്സിനെ ആകർഷിച്ച് അനേകം ആളുകൾ, അനേകം ടൂറിസ്റ്റുകൾ വരും. എന്നുവെച്ചാൽ തണുപ്പുള്ളിടത്തു നിന്ന് അവിടെ വന്ന് ആ ഹോട്ട് സ്പ്രിങ്ങിൽ വന്ന് കുളിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഹാർബറും ഫേമസ് ആയിരുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ ഉള്ളിടത്ത് സുവിശേഷം അറിഞ്ഞ ആളുകൾ രൂപാന്തരപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ റോമൻ ഗവൺമെൻറ് ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിച്ചു, ശരിക്കും പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ നിങ്ങളുടെ പ്രത്യാശ വിട്ടില്ല, വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് 9ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം മക്കെദോന്യയിലും അക്കായയിലും എല്ലായിടവും പ്രസിദ്ധമായി എന്ന് കാണുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ വേലയെക്കുറിച്ച് ബൈബിളിൽ നിന്ന് ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്ന കാര്യം. പ്രത്യാശയുടെ സ്ഥിരതയും സ്നേഹപ്രയത്നവും വിശ്വാസത്തിൻ്റെ വേലയും അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇൻട്രൊഡക്ഷനോട് ചേർന്ന് പറയാനായിട്ടുള്ളത്, കവർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 1 സുവിശേഷീകരണം, ഇവാഞ്ചലിസം, 2 ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം, 3 മിഷൻ, ദൗത്യം, സഭയുടെ ദൗത്യം. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ. ഇത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് ഈ തലമുറയിലുള്ള അപ്പോസ്തലന്മാർ നമ്മളൊക്കെയാണ്. വേറെ ആരാണ് അപ്പോസ്തലന്മാർ? അയക്കപ്പെട്ടവർ എന്നാണ് അപ്പോസ്തലൻ്റെ. കാരണം അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കോള് കിട്ടി നമ്മളെ അയക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ളവരാണ് ഇത് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരും ആളാം പ്രതിയായി സുവിശേഷ വേല ചെയ്ത് ആളുടെ ഡിസൈപ്പിൾ ചെയ്ത് കൊണ്ടുവന്ന് സുവിശേഷത്തിലേക്ക് നടത്തി ആ ദൈവം തന്നിരിക്കുന്ന ആ വലിയ ദൗത്യം നമ്മൾ കൂടി ചെയ്തു തീർക്കണം. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ഇത് വാച്ച് ചെയ്യണം, തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇത് തുടരെ ഉണ്ട്. നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്. ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ, ഇതാണ് ഈ ദിവസങ്ങൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടരെ ഇത് കേട്ടാൽ ദൈവീക പരിജ്ഞാനത്തിൽ വളരുകയും ദൈവിക വേലയിൽ വർദ്ധിച്ചു വരികയും ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അത് നമ്മുടെ ആത്മീയ വർധനയ്ക്കും കാരണമായി തീരും. തീർച്ചയായും നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവം വലിയ വിടുതൽ തരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് വീണ്ടും ഞങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ സ്നേഹപ്രയത്നത്തിൽ കർത്താവെ, പ്രത്യാശയുടെ സ്ഥിരതയിൽ നിൽപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ദൈവമേ, വിശ്വാസവും ആഴമായ വിശ്വാസവും മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ആ കൃപയുടെ കർത്താവെ ആ വലിയ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനായിട്ടും അവരെ ആ പ്രത്യാശയിൽ ഉറപ്പിക്കുവാനായിട്ടും ഞങ്ങളെയൊക്കെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ക്ഷീണാവസ്ഥയിൽ രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗാവസ്ഥയിലും കർത്താവെ നീ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലിരിക്കുന്ന ചിലരുണ്ടല്ലോ, പേടിയിലിരിക്കുന്ന ചിലരെ ദൈവം കാണിച്ചു തരുന്നു. കർത്താവെ, ആ പേടിയൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് തന്നെ ഇതിന്നുകൊണ്ട് സംസാരിക്കുന്ന ചില വ്യക്തികൾ ഇത് കർത്താവെ വീക്ഷിക്കുന്നുണ്ട്. കർത്താവെ, എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളിൽ കർത്താവെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ഇത് വീക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടക്കാൻ പറ്റാത്ത കർത്താവെ ആ വലിയ പൈശാചിക ശക്തികളെ യേശു അടക്കിയതായിട്ട് ബൈബിളിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. കർത്താവെ, ഗദരദേശത്തുണ്ടായിരുന്ന കർത്താവെ, അത് ആ ലെഗ്യോനെ കർത്താവെ നീ, ആ ലീജിയനെ കർത്താവെ നീ അടക്കി വിടുതൽ കൊടുത്ത ദൈവമാണെങ്കിൽ കർത്താവെ, ആ പർട്ടിക്കുലറായിട്ടുള്ള ഈ വ്യക്തി ഇത് വിശ്വാസത്തോടെ അവരുടെ കുടുംബത്തിലുള്ള ജനങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു റിലീസ് ഈ ദിവസങ്ങൾ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ പ്രയാസങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളിൽ ആയിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ലവ് റിലേഷൻഷിപ്പിൽ കർത്താവെ ഫെയിൽഡായി പോയിട്ട് ആത്മഹത്യക്കായിട്ട് കർത്താവെ ഇനി അതേ ഉള്ളൂ മാർഗമെന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന ചിലർ, ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില പൈശാചി ശക്തികളെ ഞങ്ങൾ ഈ രാത്രിയിൽ കർത്താവെ ഭത്സിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എൻ്റെ വലിയ റിലീസ് ഈ ദിവസത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ദൈവമാണ് ഞങ്ങൾക്ക് ജീവൻ തന്നിരിക്കുന്നത്. ദൈവമാണ് ഞങ്ങളെ ജീവിക്കാനായിട്ട് മുമ്പോട്ട് നടത്തുന്നത്. തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങളിൽ ആ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പേഴ്സണൽ ആവശ്യങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ വലിയ റിലീസ് എല്ലാത്തിലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി, അതായത് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ചിലരെ, പഠിച്ചിട്ടൊന്നും മനസ്സിലാകാതിരിക്കുന്ന ചിലരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമേ, പ്രാർത്ഥിക്കുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അവിടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. ആർക്കെങ്കിലും ബുദ്ധിയുടെ ലാഘവോ ബുദ്ധി കുറവെങ്കിൽ, പരിജ്ഞാനം കുറവെങ്കിൽ കർത്താവിനോട് സകലതും ധാരാളമായി തരുന്ന കർത്താവിനോട് അപേക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാക്യം ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് അപേക്ഷിക്കുന്നെങ്കിൽ വലിയ ബുദ്ധിയും പരിജ്ഞാനവും കൊടുക്കുകയും അതുമാത്രമല്ല പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുവാനായിട്ട് ആ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നിൻ്റെ വലിയ റിലീസ് ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതുക. അതുപോലെ പ്രെയർ റിക്വസ്റ്റ് നിങ്ങളെ ആ വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അയച്ചു തരികയോ ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.